ടെക്സ്റ്റ് എടുത്തോളൂ എല്ലാവരും. അപ്പൊ നമ്മൾ ഏത് ചാപ്റ്ററാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്? ഏത് ചാപ്റ്റർ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? 8ാം ക്ലാസ്സിലെ 3ാമത്തെ ചാപ്റ്ററായ സ്ക്വയർ ഐഡന്റിറ്റീസ്. ഫസ്റ്റ് സെക്ഷന്റെ പേര് സ്ക്വയേഴ്സ് ഓഫ് സംസ്. അപ്പൊ അതിലെ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മള് അതിന്റെ എക്സസൈസ് പഠിച്ചു. ഇനി അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കൂടി നമ്മൾ പഠിക്കാൻ പോകാം. ശ്രദ്ധിക്കാം. നമ്മൾ ചില നമ്പറുകളുടെ സ്ക്വയറുകൾക്ക് ചില പ്രത്യേകതകളുണ്ട്. ചില നമ്പറുകളുടെ സ്ക്വയറുകൾക്ക് ചില പ്രത്യേകത. അപ്പൊ ആ പ്രത്യേകതയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? പഠിക്കാം. ആ പ്രത്യേകത നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? എഴുതുക. 15ന്റെ സ്ക്വയർ. 15ന്റെ സ്ക്വയർ നോട്ട്ബുക്കിലോട്ട് കഴിഞ്ഞ ദിവസം എഴുതേണ്ട ബാക്കിയായിട്ട് എഴുതാറുണ്ട്. നോട്ട്ബുക്കിലോട്ട് ഇടതുവശത്തെ മാർജിനിൽ ഇന്നത്തെ ക്ലാസ്സിന്റെ ഡീറ്റെയിൽസ് എഴുതും. എത്രാമത്തെ ക്ലാസ്? എത്രാമത്തെ ക്ലാസ്? 24. 23ാമത്തെ ക്ലാസ് 18/7 അല്ല 24ാമത്തെ ക്ലാസ്. 24ാമത്തെ ക്ലാസ് ഇന്നലെ പരീക്ഷയിൽ നടന്നുള്ളൂ. 19/7/2026 സൺഡേ. സൺഡേ എഴുതിയോ? പ്രസന്റ്. നമ്മൾ ആദ്യമായിട്ട് ആരുടെ സ്ക്വയർ കണ്ടുപിടിക്കാൻ പോകും? 15ന്റെ സ്ക്വയർ. ആരുടെ സ്ക്വയർ ആണ് ഇത്? 2 രീതിയിൽ കണ്ടുപിടിക്കാൻ നമുക്കറിയാം. ഒന്ന് അല്ല 15നെ 15 കൊണ്ട് പിടിച്ച് കണ്ടുപിടിക്കാം. അല്ലാതെ 15ന്റെ സ്ക്വയർ എങ്ങനെ കണ്ടുപിടിക്കും? 10 + 5 ദ ഹോൾ സ്ക്വയർ. കഴിഞ്ഞ ദിവസം ചെയ്ത കണക്ക് വെച്ചെന്ന് പറഞ്ഞ ഉത്തരം എന്തോ വരും? ഒരു സെക്ഷൻ മൊത്തം ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞാലുള്ളൂ. 10ന്റെ സ്ക്വയർ പ്ലസ് 2 × 10 × 5 + 5 സ്ക്വയർ. 10ന്റെ സ്ക്വയർ 100 പ്ലസ് 2 × 10 20. 20 × 5 20 × 5 125. 25. 20 × 5 100 പ്ലസ് 5ന്റെ സ്ക്വയർ 25. 100 + 100 200. 200 + 25 225. 15ന്റെ സ്ക്വയർ എത്രയാണ്? 225. എഴുതിയാട്ട് ഇതുപോലെ. നമ്മുടെ പേര് അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും വീട്ടുപേര് അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും നമ്മുടെ ലൊക്കാലിറ്റി പോസ്റ്റ് ഓഫീസ് അങ്ങനെ അതുപോലെ എല്ലാ ഓർഗാനിസേഷൻസ് ആക്സസ് ഉണ്ട്. അതിനെയാണ് നമ്മൾ അറ്റാച്ച്മെന്റ് ഹൈറാർക്കി. അല്ലാതെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് എന്നാണ് ഏത് പറയുന്നത്? അപ്പൊ ലിവിങ് ഓർഗാനിസേഷൻ ഇൻകംസ് ആയിട്ട് എന്ന് പറയുന്ന ഒന്നാമത്തെ കൂട്ടമാണ് ചെയ്ത് കഴിഞ്ഞിട്ട് ബോർഡിലോട്ട് നോക്കണം. ഞാൻ എഴുതിയിരിക്കുന്നത് നിങ്ങൾ എഴുതിയിരിക്കുന്നത് ഒരുപോലാണോ നോക്കണം. ആണെങ്കിൽ ശരി ഇട്ടിട്ട് നിങ്ങൾ 35ന്റെ സ്ക്വയർ റൂട്ട് ഒന്ന് ഇതുപോലെ കണ്ടുപിടിക്കണം. 35ന്റെ സ്ക്വയർ റൂട്ട്. ഈ ഓണൊക്കെ തന്നെ പഠിക്കാൻ തിരിച്ചു പഠിച്ചു വെക്കരുത് കേട്ടോ. ആദ്യം പ്ലാന്റ് ആണ്, അത് കഴിഞ്ഞിട്ടാണ് ആര് വരുന്നത്? ആനിമൽസ് വരുന്നത്. അപ്പൊ കിങ്ഡ പ്ലാന്റിലേക്ക് വരുന്നത് മൊത്തം എന്താണ്? പ്ലാന്റുകളാണ്. അനിമയിലേക്ക് വരുന്ന മൊത്തം എന്താണ്? ആനിമൽസ് ആണ്. ഈ ഒരു ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോ വേറെ സയന്റിസ്റ്റുകൾക്ക് ചെറിയ രീതിയിൽ എന്തുണ്ടായി? നേരത്തെ ഞാൻ പറഞ്ഞ മാതിരി അസുഖയുണ്ടായി അല്ലേ? അവരെന്ത് ചെയ്തു? ഇതിനകത്ത് മെറിക്സിന് പകരം അവർ ഡീമെറിക്സ് വല്ലതും ഉണ്ടോ എന്ന് നോക്കും. എന്നുവെച്ചാല് എന്തെങ്കിലും മൂന്നാമത്തെ എന്താ? ഇവിടെ ക്ലാസ് ഇരുന്നവരെ അവിടെ ഇരിക്കണം. നമ്മളിപ്പോ
ഏതൊക്കെ നമ്പറിന്റെ സ്ക്വയർ ആണ് കണ്ടുപിടിച്ചത്? 15ന്റെ സ്ക്വയർ കണ്ടുപിടിച്ചു, 25ന്റെ സ്ക്വയർ കണ്ടുപിടിച്ചു, 35ന്റെ സ്ക്വയർ കണ്ടുപിടിച്ചു. അതായത് ഈ നമ്പറിന്റെ എല്ലാം യൂണിറ്റ് പ്ലേസിലെ നമ്പർ, ഒറ്റയുടെ സ്ഥാനത്തെ അക്കം എത്രയാണ്? 5ആണ്. ഇതിലെ അഭിപ്രായമൊന്നുമില്ലല്ലോ. ആ നമ്പറിന്റെ ഒക്കെ സ്ക്വയർ 25 അവസാനിച്ചത്. അതായത് 5ൽ അവസാനിക്കുന്ന ഒരു നമ്പറിന്റെ സ്ക്വയർ എത്രയിൽ അവസാനിക്കും? 25ൽ അവസാനിക്കും. ഒന്നുകൂടെ, 5ലാണ് നമ്പർ അവസാനിക്കുന്നതെങ്കിൽ അതിന്റെ സ്ക്വയർ എത്രയിലായിരിക്കും അവസാനിക്കുന്നത്? 25. എഴുതുക. നോട്ട് പറയട്ടെ. The square of any number with last digit ബ്രാക്കറ്റിൽ the digit in the square of any number. എവിടെ വെച്ച്? ഇവിടെ ഒന്നും ഇല്ലയോ? The square of any number അറിയോ? with the last digit ഇനി ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ആ ബ്രാക്കറ്റിനകത്ത് the digit in the ones place അറിയോ? ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് 5 have 25 as the last two digits combined. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. കമ്പൈൻഡ്, COMBINED, കമ്പൈൻഡ്. എഴുതിയോ? പറഞ്ഞോ. ബ്രാക്കറ്റ് തീരുന്നത് the digit in the ones place. അത്രയാണ് ബ്രാക്കറ്റിനകത്ത്. ഡിജിറ്റ് ഇൻ ദ വൺസ് പ്ലേസ് വരെയാണ് ബ്രാക്കറ്റിനകത്ത്. അപ്പൊ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ 5ൽ അവസാനിക്കുന്ന ഒരു നമ്പറിന്റെ സ്ക്വയർ എത്രയിൽ അവസാനിക്കും? 25ൽ അവസാനിക്കും. ഇതൊന്നുമില്ലല്ലോ. ഈ പാഠത്തിലൊരു ചെറിയ കുഴപ്പമുണ്ട്. ആദ്യത്തെ കുറച്ച് കണക്കുകളൊക്കെ നമ്പർ വെച്ചും പിന്നുള്ള ചില കണക്കുകളൊക്കെ ഓൾജിബ്ര വെച്ചും പഠിക്കാനുണ്ട്. എന്ത് ഓൾജിബ്ര എന്ന് പറഞ്ഞാൽ അറിയാവും? നമ്പറിന് പകരം ലെറ്റർ വെച്ച്. ഇപ്പൊ നമ്മളൊരു കാര്യം എഴുതി വെച്ചു, 5ൽ അവസാനിക്കുന്ന നമ്പറുകളുടെ ഒക്കെ സ്ക്വയർ എത്രയിൽ അവസാനിക്കും? ഇത് നമ്മൾ എന്തിന്റെ സഹായത്തോടെ പറയാൻ പോവാണ്? ഓൾജിബ്രയുടെ സഹായത്തോടെ പറയാൻ പോവാണ്. അപ്പൊ അടുത്ത ഹെഡിങ് എഴുതുക, യൂസിങ് ഓൾജിബ്ര. ശ്രദ്ധിച്ചു കേൾക്കണം. ഒരു പോയിന്റ് ഞാൻ പറയാണ്, ശരിയാണെങ്കിൽ നമുക്ക് ബുക്കിലോട്ട് ഇടാം. 11 എന്ന് പറയുന്ന നമ്പറിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര റിമൈൻഡർ വരും? 11 എന്ന് പറയുന്ന നമ്പർ സംഖ്യ, അതിനെ നമ്മൾ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു? 10 കൊണ്ട് ഡിവൈഡ് ചെയ്യും. 10 1 10, റിമൈൻഡർ സിസ്റ്റം. 12നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. പറഞ്ഞാട്ടെ, 10 1 10, റിമൈൻഡർ സിസ്റ്റം. 13നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ
റിമൈൻഡർ ശിഷ്ടം 3. 14നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 4. 15, 16, 17, 18, 19, 20, 0. 20നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 10, 2, 20 ശിഷ്ടം 0. 21, 1, 22, 23. ഇപ്പൊ എന്തേലും വല്ല ലിങ്ക് കിട്ടുന്നുണ്ടോ? ഇനി പറഞ്ഞു. ഒരു നമ്പറിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ആ നമ്പറിലെ വൺസ് പ്ലേസിലെ യൂണിറ്റ് പ്ലേസിലെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കമായിരിക്കും ആരായി വരുന്നത്? ആൻസർ ആയിട്ട് വരുന്നത്, റിമൈൻഡർ ആയിട്ട് വരുന്നത്. ആരായിട്ട് വരുന്നത്? അപ്പൊ ഒരു നമ്പറിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അതിന്റെ യൂണിറ്റ് പ്ലേസിൽ വൺസ് പ്ലേസിൽ എന്ത് നമ്പർ കിടക്കുന്നോ ആ ഡിജിറ്റ്, ആ അക്കം ആരായിട്ട് വരും? റിമൈൻഡർ. അപ്പൊ എഴുതട്ടെ. നിങ്ങളുടെ പുസ്തകത്തിൽ നോക്കി എങ്ങനെയാ അറിയും? പുസ്തകത്തിലെ പേജ് നമ്പർ 41 കിടപ്പുണ്ടോ? ദ ലാസ്റ്റ് ഡിജിറ്റ് ഓഫ് എനി നമ്പർ, the last digit of any number is the remainder on division by 10. Division by 10. കണ്ടോടെ? The last digit of any number is the remainder on division by 10. എഴുതിയോ? എന്നാ എഴുതിയോ? അത് എഴുതാനാ ഞാൻ പറഞ്ഞു. The last digit of any number is the remainder on division by 10. ഈ സെന്റൻസ് എഴുതി വെക്കരുത്. ഡിവിഷൻ ബൈ 10 വരെ മതി. ഇനി എത്ര രണ്ടുപേരോട് നിൽക്കണം? നേരത്തെ പഠിച്ചൊരു കാര്യം നിങ്ങളൊന്ന് ഓർമ്മിപ്പിച്ചത്, 5ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ചൊരു കാര്യം ഒന്ന് ഓർമ്മിപ്പിച്ചത്. ഇനി അടുത്ത ഒരു വായിച്ചേ. ഞാൻ താഴത്തെ വഴി വെച്ചേ. സോ എ നമ്പർ എൻഡിങ് ഇൻ 5 ഡിവൈഡഡ് ബൈ 10 ലീവ്സ് റിമൈൻഡർ 5. അങ്ങനാണെങ്കിൽ 5ൽ അവസാനിക്കുന്ന ഒരു നമ്പറിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ ശിഷ്ടം എന്തോ വരും? ഇപ്പൊ നമ്മൾ പറഞ്ഞതാ 0 വരുമോ? ഒരു നമ്പർ 5ൽ അവസാനിക്കുന്നു, 15. അതിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ ശിഷ്ടം 25നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, റിമൈൻഡർ ശിഷ്ടം 5. 35നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, റിമൈൻഡർ ശിഷ്ടം. അതങ്ങോട്ട് എഴുതിയാട്ടെ. എ നമ്പർ എൻഡിങ് ഇൻ 5 ഡിവൈഡഡ് ബൈ 10 ലീവ്സ് റിമൈൻഡർ 5. ഇവിടെ എ നമ്പർ എൻഡിങ് ഇൻ 5 ഡിവൈഡഡ് ബൈ 10 ലീവ്സ് റിമൈൻഡർ 5 എന്ന് പുസ്തകത്തിൽ നോക്കി എഴുതുക. ശരിയോ? നിങ്ങൾക്ക് കണ്ടു കാണത്തില്ലയോ? എ നമ്പർ എൻഡിങ് ഇൻ 5 ഡിവൈഡഡ് ബൈ 10 ലീവ്സ് റിമൈൻഡർ 5 എന്ന് പുസ്തകത്തിൽ കിടക്കുന്നുണ്ടില്ലയോ? അതങ്ങോട്ട് നോക്കി എഴുതും. വേണ്ട. അപ്പൊ 5ൽ അവസാനിക്കുന്ന ഒരു നമ്പറിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ ശിഷ്ടം എത്ര കിട്ടും? എത്ര കിട്ടും പിള്ളേരെ? എത്ര കിട്ടും? 5. ഓക്കെ, അപ്പൊ ഇങ്ങോട്ട് നോക്കാം. 5ൽ അവസാനിക്കുന്ന ഏതോ ഒരു നമ്പർ. എത്ര അവസാനിക്കുന്ന നമ്പറാണ്? എത്ര അവസാനിക്കുന്ന നമ്പർ നമുക്കറിയത്തില്ല. 5ൽ അവസാനിക്കുന്ന ഏതോ ഒരു നമ്പർ. ഈ നമ്പറിനെ നമ്മൾ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു? 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. എത്ര ഡിവൈഡ് ചെയ്യുന്നു? അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന കോഷ്യന്റ് ഉണ്ടല്ലോ, ഹരണഫലം, അതെന്താണെന്ന് വിചാരിക്കുക. എന്നാണെന്ന് വിചാരിക്കുക. എന്താന്ന് വിചാരിക്കാം? അപ്പൊ റിമൈൻഡർ ശിഷ്ടം എന്തോ വരും? 5 വരും. എന്നല്ലേ ഇപ്പൊ എഴുതി വെച്ചേക്കും. 5ൽ അവസാനിക്കുന്ന ഒരു നമ്പറിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ ശിഷ്ടം എത്ര വരും? 5 വരും. കോഷ്യന്റ് എത്ര നമുക്ക് അറിയത്തില്ല. നമ്മൾ എന്തെന്ന് എഴുതി വെച്ചേക്കുന്നത്? എണ്ണം എഴുതി വെച്ചേക്കുന്നത്.
ഇനി നിങ്ങൾ ചെറിയ ക്ലാസ് പഠിച്ചൊരു കാര്യം ഒന്ന് ഓർമ്മിപ്പിക്കാം. ഞാൻ 7നെ 2 കൊണ്ട് ഹരിക്കും. പറഞ്ഞേ 2 3s are 6, റിമൈൻഡർ 1 ആണോ? അപ്പൊ നിങ്ങൾ ഈ ചെറിയ ക്ലാസ്സിൽ എഴുതി 7 is equal to 2 into 3 plus 1. എന്ത് കാര്യം എഴുതി ഓർക്കുന്നുണ്ട്? ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഈ 1 കൂടെ ആഡ് ചെയ്താൽ തിരിച്ചാരെ കിട്ടും? 7നെ കിട്ടും. 2 ഗുണം 3 6, 6 അധികം 1 7. കറക്റ്റ് കിട്ടുന്നുണ്ടല്ലോ. ആ ഐഡിയ ഇവിടെ നിന്ന് അപ്ലൈ ചെയ്ത് പറഞ്ഞു. ആ നമ്മുടെ ആ നമ്പർ ഉണ്ടല്ലോ, 5ൽ അവസാനിക്കുന്ന നമ്പർ, ആ നമ്പറിനെ അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ഈ ഐഡിയ വെച്ച് എങ്ങനെ എഴുതാം? n into 10, അതാണ് 10n ആണോ? പ്ലസ് 5 എഴുതാനുള്ള സംഗതി എഴുതിയാണ്. ഇത് വർക്കിംഗ് മോഡത്തിലോട്ട് എഴുതിയിടുക. ഇങ്ങോട്ട് എഴുതി 5ൽ അവസാനിക്കുന്ന ഒരു നമ്പറിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ എത്ര വരുമെന്ന് ഇപ്പോൾ എഴുതി വെച്ചേക്കുന്നത്? 5. ആ എഴുതിയാട്ടെ. കഴിഞ്ഞോ? അപ്പൊ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 5 റിമൈൻഡർ കിട്ടുന്ന ഒരു നമ്പറിനെ നമുക്ക് എങ്ങനെ എഴുതി വെക്കാം? എങ്ങനെ എഴുതി വെക്കാം? 10n plus 5 എന്ന് എഴുതി വെക്കാം. കുഴപ്പമൊന്നുമില്ലല്ലോ. ഇനി പേനൊക്കെ തച്ചുകൊണ്ട് നോക്കിയത് ഈ നമ്പറിന്റെ സ്ക്വയർ അല്ലേ നമ്മൾ മുമ്പേ കണ്ടുപിടിച്ചുകൊണ്ടിരുന്നത്? 5ൽ അവസാനിക്കുന്ന നമ്പറിന്റെ സ്ക്വയർ അല്ലേ കണ്ടുപിടിച്ചോണ്ട് നോക്കാം. 10n plus 5 the whole square. ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് പറഞ്ഞു. അങ്ങനെ പറയുന്നു 10n ന്റെ സ്ക്വയർ ആണോ? പ്ലസ് 2 into 10n into 5 പ്ലസ് 5 സ്ക്വയർ. 10ന്റെ സ്ക്വയർ 100, n-ന്റെ സ്ക്വയർ n സ്ക്വയർ. 2 ഗുണം 5 10, 10 ഗുണം 10 100, 100n പ്ലസ് 5ന്റെ സ്ക്വയർ 25. ഈ ആദ്യത്തെ 2 ടേമിൽ നിന്ന് നമുക്ക് ആരെയെങ്കിലും കോമൺ ആയിട്ട് എടുക്കാൻ പറ്റും? 100. അപ്പൊ 100 ഇൻറ്റു n സ്ക്വയർ പ്ലസ് n പ്ലസ് 25 എന്ന് എഴുതാൻ പറ്റുമല്ലോ. ഇതിൽ ആർക്കെങ്കിലും സംശയം ഉണ്ടോ? ഏത് ആൻസർ? ഈ 2 ടേമിനകത്തിൽ നിന്ന് 100നെ ഇങ്ങ് കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ 100 n സ്ക്വയറിൽ പിന്നെ ആരുണ്ട് ബാക്കി? n സ്ക്വയർ പ്ലസ് എടുത്ത് അതുപോലെ 100 nnകത്ത് നിന്ന് 100 ഇങ്ങ് പോകുന്നു, പിന്നെ ആരുണ്ട് ബാക്കി? n. അതാണ് 100 into n സ്ക്വയർ പ്ലസ് n. ഇപ്പൊ കിട്ടിയോ? വായിച്ചോ അപ്പുറത്തെ പേജിൽ. This means അർത്ഥം പറയുന്നത് the square is got by multiplying the number n square plus n by 100 then adding 25. 5ൽ അവസാനിക്കുന്ന ഒരു നമ്പറിന്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ n സ്ക്വയർ പ്ലസ് n-നെ 100 കൊണ്ട് ഗുണിക്കാം. അതല്ലേ 100 into n സ്ക്വയർ പ്ലസ് n എന്ന് പറയുന്നത്. അതിനോട് കൂടി എത്ര കൂട്ടുക? 25 അനിയത്തെ എന്ത് ചെയ്യുക? കൂട്ടുക. ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യുക. അതിന്റെ ബാക്കിയായിട്ട് അങ്ങോട്ട് എഴുതിയാട്ടെ. അതിന്റെ താഴത്തെ അടുത്ത വരി കണ്ടോ? എനി നമ്പർ മൾട്ടിപ്ലൈഡ് ബൈ 100 ഹാസ് ദി ലാസ്റ്റ് 2 ഡിജിറ്റ്
സീറോ. ശരിയാണോ? ഒരു നമ്പറിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന ഉത്തരത്തിലെ അവസാനത്തെ 2 ഡിജിറ്റ് എത്ര ആയിരിക്കും? 0 ആയിരിക്കും. ശരിയോ തെറ്റോ? 2നെ 100 കൊണ്ട് ഗുണിച്ചേ 200, 3നെ 100 കൊണ്ട് ഗുണിച്ചേ 300, 15നെ 100 കൊണ്ട് ഗുണിച്ചേ 1500, 36നെ 100 കൊണ്ട് ഗുണിച്ചേ 3600. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഒരു നമ്പറിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അതിലെ അവസാനത്തെ 2 ഡിജിറ്റ് എത്ര ആയിരിക്കും? 20. അങ്ങനെയുള്ള ഒരു നമ്പറിനോട് കൂടിയല്ലേ 25 കൂടെ കൂട്ടുന്നത്? അങ്ങനെ അവസാനത്തെ 2 നമ്പര് 0 വരുന്ന ഒരു നമ്പറിന്റെ കൂട്ടത്തിലാണ് ആരെ കൂടെ കൂട്ടുന്നത്? 25നെ കൂടെ. അപ്പൊ ഉറപ്പായിട്ടും ആ നമ്പർ എത്രയിൽ അവസാനിക്കും? 0യിൽ അവസാനിക്കുമെന്ന്. 25ൽ അവസാനിക്കും. എത്രയിൽ അവസാനിക്കും? അണ്ടർലൈൻ ചെയ്താട്ടെ. എനി നമ്പർ മൾട്ടിപ്ലൈഡ് ബൈ 100 ഹാസ് ദ ലാസ്റ്റ് 2 ഡിജിറ്റ്സ് 0. So when 25 is added, the last 2 digits together make 25. ഉണ്ടോ? അത് ബുക്കിലോട്ട് എഴുതിയാട്ടെ. അപ്പൊ ഇപ്പൊ നമ്മൾ എഴുതി വെച്ചേക്കുന്ന സംഗതി എന്തായിരുന്നു? ലാസ്റ്റ് എഴുതി വെച്ചേക്കുന്നത് 100 into n square plus n plus 25. ഇങ്ങനെ ചോദിച്ചേ അതെ 10n plus 5 the whole square. ഇത്രയല്ലേ ചോദിച്ചേക്കുന്നത്. ഞാൻ ഈ ഐഡിയ വെച്ചിട്ട് 65ന്റെ സ്ക്വയർ ഒന്ന് കണ്ടുപിടിക്കാം. 6 സ്ക്വയറാണ് എക്സാമ്പിൾ ആയിട്ട് 65ന്റെ സ്ക്വയർ. ഇത് നേരത്തെ ഉത്തരം അറിയാം. 65നെ 65 കൊണ്ട് ഗുണിച്ചാണെന്നുള്ള കാര്യം അറിയാം. ഞാൻ ഈ മെത്തേഡിൽ ഒന്ന് കണ്ടുപിടിക്കാം. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാൻ 65നെ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യും? 10 കൊണ്ട്. ഇത്രയും നേരം 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന പരിപാടി പറഞ്ഞിട്ടല്ലേ ഇതൊക്കെ പറഞ്ഞോണ്ടിരുന്നേ. 65നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. എത്ര പ്രാവശ്യം? നിങ്ങൾ ഈ 5, 6, 7 ഒന്നും പഠിക്കാതെ 8 ക്ലാസ് വന്നിരിക്കുന്നേ. എത്ര പ്രാവശ്യം? 6 പ്രാവശ്യം. 10, 6, 60. റിമൈൻഡർ സിസ്റ്റം 5. അപ്പോ ഈ 6 അല്ലേ നമ്മൾ തൊട്ട് മുമ്പ് എഴുതി വെച്ചിരിക്കുന്ന എന്നിന്റെ സ്ഥാനത്ത് വന്നേക്കുന്നു അല്ലേ? നമ്മൾ മുമ്പേ ജനറൽ ആയിട്ട് എഴുതിയപ്പോ കോഷ്യന്റിനെ ഹരണഫലത്തിന് എന്തായിട്ടെടുത്തു? n ആയിട്ടെടുത്തു. അപ്പൊ ഇവിടെ 6 ആയിട്ട്. അപ്പൊ ഇതിനകത്ത് വില കൊടുത്ത് പറഞ്ഞു നിങ്ങൾ 100 into 6 square plus 6 plus 20. ശരിയാണോ? ശരിയാണോ? ഇത് കണ്ടോ? കണ്ടോ? ഇതിനകത്തില് എന്നിന്റെ സ്ഥാനത്തോട്ട് എത്ര നിട്ട് കൊടുക്കുന്നു? 6 നിട്ട് കൊടുക്കുന്നു. അപ്പൊ 100 into n square 6 square plus n plus 6 plus 25 അതുപോലെ വരുമ്പോൾ കിട്ടി. എഴുതാൻ പറഞ്ഞു ഈക്വൽ 100 into 6 square എത്ര? 36 plus 6 plus 20 equal 100 into 36 plus 6 36 plus 6 എഴുതി കൂട്ടണം. 36 plus 6 41 42 plus 20 100 into 42 4200 plus 25. ആൻസർ 4225. എഴുതിയാട്ടെ. എക്സാമ്പിൾ ഈ ബ്രാക്കറ്റിനകത്ത് ഒരു n സ്ക്വയർ പ്ലസ് n കിടക്കുന്നുണ്ട്. ആരാ ഇവിടെ ശ്രദ്ധിച്ചിരിക്കാം. n സ്ക്വയർ പ്ലസ് ഈ n സ്ക്വയർ എന്ന് പറഞ്ഞാൽ കണക്കിൽ എന്തുവാണ്? n സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്തുവാ? n into n ആണ് n സ്ക്വയർ. x into x ആണ് x സ്ക്വയർ. y into y ആണ് y സ്ക്വയർ. 2 into 2 ആണ് 2 സ്ക്വയർ.
5 into 5 ആണ് 5 സ്ക്വയർ. അപ്പൊ n സ്ക്വയർ എന്ന് പറഞ്ഞാൽ n into n പ്ലസ് ഒരു n. ഇതിനകത്ത് നിന്ന് ആരെയെങ്കിലും കോമൺ ആയിട്ട് എടുക്കാൻ പറ്റുമോ? n into n ഫസ്റ്റ് ടേം പ്ലസ് n അടുത്ത ടേം. അതിൽ നിന്ന് ആരെങ്കിലും കോമൺ ആയിട്ട് എടുക്കാൻ പറ്റും? ഒരു n കോമൺ ആയിട്ട്. അപ്പോ n into n-നകത്ത് ഒരു n ഇങ്ങനെ പോകുന്നു. പിന്നെ ആരുണ്ട് അവിടെ? ഒരു n ഉണ്ട്. പ്ലസ് n-നകത്ത് നിന്ന് n ഇങ്ങനെ പോകുന്നതിൽ ആരുണ്ട്? 1 ഉണ്ട്. സംശയം ഉണ്ടെങ്കിൽ n ഒന്ന് അകത്തോട്ട് ഗുണിച്ചേ. n into n n സ്ക്വയർ. n into 1 n into 1 n. അപ്പോ n സ്ക്വയർ പ്ലസ് n-നെ നമുക്ക് എങ്ങനെ എഴുതാം? n into n പ്ലസ് 1 എന്ന് എഴുതാം. എങ്ങനെ എഴുതാം? n into n പ്ലസ് 1. അപ്പൊ എഴുതിയാട്ടെ. n സ്ക്വയർ പ്ലസ് n ഈക്വൽ n സ്ക്വയർ പ്ലസ് n ഈക്വൽ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ബാക്ടീരിയ പറയുന്ന പേരാണ് ആർക്കി ബാക്ടീരിയ. ഇതിന് നമുക്ക് എക്സാമ്പിൾ ഫോസ്ഫേറ്റ്സ് ആർക്കി ബാക്ടീരിയ എന്ന് വെച്ചാൽ എക്സ്ട്രീം കണ്ടീഷൻസിൽ കാണപ്പെടുന്ന ടൈപ്പ് ഓഫ് ബാക്ടീരിയ ആണ്. ഇവിടെ കിടക്കുന്ന അതുപോലെ എഴുതുക. n സ്ക്വയർ പ്ലസ് n ഈക്വൽ n into n പ്ലസ് n. രണ്ടിടത്തുനിന്ന് n കോമൺ എടുക്കുന്നു. അപ്പൊ n into n പ്ലസ് 1. n സ്ക്വയർ പ്ലസ് n. n സ്ക്വയർ എന്ന് പറഞ്ഞാൽ n-നെ n കൊണ്ട് ഗുണിക്കുമ്പോഴാണ് n സ്ക്വയർ കിട്ടുന്നത്. പ്ലസ് n. രണ്ടിടത്തുനിന്ന് ഒരു n ഇനി കോമൺ ആയിട്ട് പോകുന്നു. പോന്നു കഴിഞ്ഞാൽ ഇവിടെ ഇനി ആരുണ്ട്? മിച്ചം ഒരു n ഉണ്ട്. n-നകത്ത് നിന്ന് n ഇങ്ങനെ പോന്നാൽ പിന്നെ ആരവിടെ ബാക്കിയുണ്ട്? 1 ഉണ്ട്. അത്രയും വേറെ കോമൺ എടുക്കുക എന്ന് പറഞ്ഞ അർത്ഥം ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്നാണ് അർത്ഥം. n-നെ n കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടും? ഉത്തരം 1 കിട്ടും. അപ്പൊ കരിമ്പടി കിട്ടിയോ? ഒരു നമ്പറിനെ അതുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഒന്നല്ലാതെ വേറെ വലിയൊരു ഉത്തരം കിട്ടുമോ? ഇല്ല. ഇത്രയും ക്ലിയർ ആയോ? ഈ ബോർഡിലേക്ക് നോക്കാം. അപ്പൊ ഞാൻ വേണ്ടി ഈ മുകളിൽ കിടക്കുന്ന 10n പ്ലസ് 5 ദ ഹോൾ സ്ക്വയറിനെ 100 into n into n പ്ലസ് 1 പ്ലസ് 25 എന്ന് എനിക്ക് എഴുതാൻ പറ്റുമോ? ഈ തൊട്ട് മുകളിൽ കിടക്കുന്ന ആളിനകത്തിലെ 100 എടുത്ത് അതുപോലെ എഴുതാം. n സ്ക്വയർ പ്ലസ് n-ന് പകരം എങ്ങനെ എഴുതാം? n into n പ്ലസ് 1 പ്ലസ് 25 എന്ന് എഴുതാൻ പറ്റുമോ? എഴുതിയാട്ടെ. ഇതിനകത്തിലെ n സ്ക്വയർ പ്ലസ് n-ന് പകരം ഈ കിടക്കുന്ന n into n പ്ലസ് 1 അങ്ങോട്ട് എഴുതി വെച്ചു. വേറെ ഒന്നും മാറ്റമില്ല. എല്ലാം അതുപോലെ തന്നെ. ഇത്ര വരെ ഓക്കെ ആണല്ലോ? ഇത്ര വരെ ഓക്കെ ആണോ? ഇത്ര വരെ ഓക്കെ ആണോ? അപ്പൊ ഇതിന്റെ എളുപ്പമാർഗത്തിലേക്കാണ് നമ്മളിപ്പോ എത്തി നിൽക്കുന്നത്. ശ്രദ്ധിച്ച് കേൾക്കണം. ശ്രദ്ധിച്ച് ഈ എന്താണ് ഈ ഓൾജിബ്രയിൽ എഴുതി വെച്ചേക്കുന്നതിന്റെ അർത്ഥം ഒന്ന് ചോദിച്ചാൽ, എനിക്കിപ്പോ ഒരു 75ന്റെ സ്ക്വയർ കണ്ടുപിടിക്കണം. എത്ര സ്ക്വയർ കണ്ടുപിടിക്കണം? ആ എഴുതി വെച്ചേക്കുന്ന ഓൾജിബ്രയുടെ ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമാണ് ഞാൻ. നിങ്ങൾ ഇതിനെ ഒന്ന് 2ആയി ഡിവൈഡ് ചെയ്യും. എത്രയൊക്കെയായി? 7 5 7. ഈ 7ആണ് നമ്മുടെ n. ഈ 7ആണ് നമ്മുടെ n. അപ്പൊ n പ്ലസ് 1 എന്ന് പറഞ്ഞാൽ n ആണ് 7. അപ്പൊ n പ്ലസ് 1 എത്ര? 8. അത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. 7 into 8. അതിനെ എന്തുകൊണ്ട് ഗുണിക്കുക? 100 കൊണ്ട്. അതിന്റെ കൂടെ ആരെ കൂടെ കൂട്ടുക? ഒരു 25 കൂടെ കൂട്ടുക. ഒന്നുകൂടെ. എത്രന്റെ സ്ക്വയർ നമുക്ക് വേണ്ടത്? 70. നമ്മൾ അതിനൊന്ന് 2ആയിട്ട് വെട്ടിപ്പൊളുന്നു. എങ്ങനൊക്കെ? 7 5. ഈ 7ആണ് ആരെന്ന് പറയുന്നത്? n. അപ്പൊ n into പിന്നെ ആരാ പറയണ്ടേ? n പ്ലസ് 1. അതിന്റെ അടുത്ത ആള് 7 കഴിഞ്ഞ അടുത്ത ആളാരാ?
8. അത് രണ്ടും കൂടെ ഗുണിക്കണം. അതിനെ എത്ര കൊണ്ട് ഗുണിക്കണം? എന്നിട്ട് അതിന്റെ കൂടെ എത്ര കൂടെ കൂട്ടണം? 7 ഗുണം 8. 7 ഗുണം 8. കൊള്ളാം. 7 ഗുണം 8 ഗുണപട്ടിക അറിയത്തില്ല. 56. 56നെ 100 കൊണ്ട് ഗുണിച്ചാൽ 5600 പ്ലസ് ഒരു 25 കൂടെ കൂട്ടണം. അപ്പൊ ആൻസർ 5625. 5625. ഐഡിയ കിട്ടാൻ വേണ്ടി ഒരാളെ കൂടെ നമുക്ക് ചെയ്യാൻ ബോർഡിലൂടെ നോക്കിയിരുന്നോട്ടെ. അപ്പൊ നമുക്ക് എങ്ങനെയാണെങ്കിൽ 85ന്റെ സ്ക്വയർ എന്ന് കണ്ടുപിടിച്ച് നോക്കാൻ പറഞ്ഞാട്ടെ. 85ന്റെ സ്ക്വയർ എന്താണ്? 2 മുറിച്ചു. ഈ 8 ആണ് ആരെന്ന് പറയുന്നത്? പറഞ്ഞാട്ടെ. 8 ഇൻറ്റു 9. അതിനെ എത്ര കൊണ്ട് ഗുണിക്കണം? 100 കൊണ്ട് ഗുണിക്കണം. അതിനോട് എത്ര കൂട്ടണം? 20. 8 ഗുണം 9. 98. കൊള്ളാം. അടിപൊളിയായിട്ട് 67. അടിപൊളിയായിട്ട്. ഏത് ഉറപ്പിക്കണം? എന്തോ PS ഓപ്ഷൻ സെറ്റ് ചെയ്യും. 8 ഗുണം 9. 8 ഗുണം 9. 88. 72. 2 പൂജ്യം കൂടെ ചേർത്താൽ 7200. അതിന്റെ കൂടെ 25 കൂടെ കൂട്ടണം. ആൻസർ 7225. എഴുതിയാട്ടെ. 75 എഴുതണം, 85 എഴുതണം. ഇപ്പൊ ഷോർട്ട് കട്ട് മനസ്സിലായോ? ചാണകം വെച്ചിട്ടല്ലേ മേജർ കമ്പോണന്റ് ചാണകമല്ലേ, അല്ലാണ്ട് ബയോഗ്യാസ് ഉണ്ടാക്കാൻ പറ്റുന്നതൊക്കെ ഇല്ല. അപ്പൊ ഈ ചാണകത്തിനകത്ത് എന്തോ ഒരു സാധനം ഉള്ളത് കൊണ്ടല്ലേ ബയോഗ്യാസിന്റെ പ്രൊഡക്ഷൻ ഉണ്ടായത്. എന്റെ കൂടെ എഴുതി പറഞ്ഞു. ആറ് സ്ക്വയർ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് 195ന്റെ സ്ക്വയർ കണ്ടുപിടിക്കാം. ആറ് സ്ക്വയർ ആണ് 195ന്റെ സ്ക്വയർ. ഇതെങ്ങനെ വെട്ടിപ്പുളക്കും? 19 5 സ്പ്ലിറ്റ് ചെയ്യാം. ഇതിൽ ആരാ എന്നെ? 19. എന്റെ കൂടെ എഴുതണമെന്ന് ഞാൻ പറഞ്ഞു. പറഞ്ഞാട്ടെ. 19 ഇൻറ്റു 19 പ്ലസ് 1 20. അതിനെ എത്ര കൊണ്ട് ഗുണിക്കണം? 100. അതിനോട് എത്ര കൂട്ടണം? 20. 19 ഗുണം 20. അതിന് 19നെ നിങ്ങൾ 2 കൊണ്ട് ഗുണിച്ചേ. 19 ഗുണം 2. 19നെ 2 കൊണ്ട് ഗുണിക്കാം. 38. ഒരു പൂജ്യം കൂടെ ചേർത്താൽ 380. 19നെ 20 കൊണ്ടാണ് ഗുണിക്കേണ്ടത്. നമ്മളതിന് പകരം 19നെ 2 കൊണ്ട് ഗുണിച്ചപ്പോ എത്ര കിട്ടി? 38. ഒരു പൂജ്യം കൂടെ ചേർക്കണ്ടേ? തീർന്നില്ല. ഇനി വെളി 2 പൂജ്യം കിടപ്പുണ്ട്. അപ്പൊ 2 പൂജ്യം കൂടെ ചേർത്തു. പ്ലസ് 25. അപ്പൊ ആചര സംഖ്യ എങ്ങനെ വായിക്കും? ഒറ്റ 10 100 1000 10000 38,000 38,000 പ്ലസ് 25. ആഡ് ചെയ്തിട്ട് പറഞ്ഞു. അങ്ങനെ വായിക്കും. 38,000 and 20. അപ്പൊ ഒരു ഷോർട്ട് കട്ട് പിടി കിട്ടിയോ? എന്തോ ഷോർട്ട് കട്ട്? 5ൽ അവസാനിക്കുന്ന ഒരു നമ്പറിന്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ 5 ഒരു പാർട്ടും ബാക്കിയുള്ള നമ്പർ ഒരു പാർട്ടുമായിട്ട് എടുക്കണം. എന്നിട്ട് 5 ഒഴിച്ചുള്ള നമ്പറിനെ അതിന്റെ അടുത്ത നമ്പർ കൊണ്ട് എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. അതിനെ എത്ര കൊണ്ട് ഗുണിക്കണം? 100 കൊണ്ട് ഗുണിക്കണം. അതിനോടുകൂടി എത്ര കൂട്ടുക? 25. ശ്രദ്ധിക്കുക, വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇങ്ങനെ പറയാം. അതാണ് നമ്മൾ ഈ ഓൾജിബ്ര വെച്ചിട്ട് ഇത്രയും വിശദീകരിച്ചു വന്നത്. ഈ ഓൾജിബ്രായി ഒന്നും ഇല്ലാതെ നമുക്ക് വേണ്ട വളരെ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ പറയാം. എന്നെ കൂടെ പറഞ്ഞു വന്നാൽ മതി, എഴുതണ്ട. അല്ലെങ്കിൽ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. നോക്കാം, എഴുതിക്കോ. 15ന്റെ സ്ക്വയർ. ഈ ടെക്നിക്ക് ഉപയോഗിച്ച് എങ്ങനെ കണ്ടുപിടിക്കാൻ പറഞ്ഞാട്ടെ. 2 മുറിക്കാം. അപ്പൊ എത്രയൊക്കെയായി? 1 5. ഇനി എന്ത് ചെയ്യും? ഇനിയത്തെ സ്റ്റെപ്പ് മനസ്സിൽ ചെയ്താൽ മതി. ഇനിയത്തെ സ്റ്റെപ്പ് മനസ്സിൽ ചെയ്താൽ മതി.
1. അടുത്ത നമ്പർ 2. അപ്പൊ 1 into 2 2. അതിനെ എത്ര കൊണ്ട് കുടിക്കണം? 100. അപ്പൊ എത്രയായി? 200. അതിന്റെ കൂടെ എത്ര കൂടെ കൂട്ടണം? അപ്പൊ എത്ര ആൻസർ? 220. കിട്ടിയോ? അടുത്തത് 25ന്റെ സ്ക്വയർ. പറഞ്ഞാട്ടെ. 2 into 3 6. 100 കൊണ്ട് ഗുണിച്ചാൽ 25 ആഡ് ചെയ്യും. 620 ആണോ? 35ന്റെ സ്ക്വയർ 3. 3 അടുത്ത നമ്പർ 4. 3 into 4 12. 100 കൊണ്ട് ഗുണിക്കുന്നു 1200. എത്രയോട് ആഡ് ചെയ്യണം? 25. 1225 ആണോ? അടുത്തത് പടപടാന്ന് പറഞ്ഞേ. 45ന്റെ സ്ക്വയർ 4 into 5 20. അതിന്റെ കൂടെ 2 0 ചേർത്താൽ, അതായത് 100 കൊണ്ട് കുടിക്കാൻ 2 0 ചേർക്കണം. 2000. അതിന്റെ കൂടെ 25 കൂടെ 2225 ആണോ? അടുത്തത് 55ന്റെ സ്ക്വയർ പറഞ്ഞാട്ടെ. 55ന്റെ സ്ക്വയർ 5. അടുത്ത നമ്പർ 6. 5 into 6 30. 2 0 കൂടെ ചേർത്താൽ 30 2 0 ചേർത്താൽ 3000. 3000 25 കൂടെ കൂട്ടിയാൽ 3025. ഐഡിയ എവിടെ കിട്ടിയോ? ഓൾ സ്റ്റാൻഡപ്പ്. അത്രയും വായിച്ചു നോക്കുക. മനസ്സിലാകുന്നവർ. എനി നമ്പർ ഡിവൈഡഡ് ബൈ 3 leaves remainder 0, 1 or 2. പേജ് നമ്പർ 42 കണ്ടോ? വായിച്ചാട്ടെ. എനി നമ്പർ ഡിവൈഡഡ് ബൈ 3 leaves remainder 0, 1 or 2. കണ്ടോ? ശ്രദ്ധിക്കാം. അപ്പോ അത് അണ്ടർലൈൻ ചെയ്തിട്ടെ. ലെറ്റ് വേണ്ട. അടുത്തത് എനി നമ്പർ ഡിവൈഡഡ് ബൈ 3 ലീവ്സ് റിമൈൻഡർ 0, 1 or 2. നമ്മൾ ഒരു നമ്പറിനെ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യും. എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു? അപ്പൊ ഏതൊക്കെ നമ്പറുകൾ റിമൈൻഡർ ആയിട്ട് വരാം? നിങ്ങളുടെ അഭിപ്രായം. 5. ഒരു നമ്പറിനെ ഫോർ എക്സാമ്പിൾ 3നെ നിങ്ങൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു പറഞ്ഞാട്ടെ. 1 3s are 3. റിമൈൻഡർ 0. അടുത്തത് 4 എടുക്കുന്നു. 4നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 3 3. റിമൈൻഡർ ശിഷ്ടം 1. അടുത്ത നമ്പർ എടുക്കുന്നു 5. 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് പറഞ്ഞാട്ടെ. 1 3 3. റിമൈൻഡർ ശിഷ്ടം 2. അടുത്ത നമ്പർ എടുക്കുന്നു 6. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 2 3 6. റിമൈൻഡർ എത്ര? 0. അപ്പൊ ഒരു നമ്പറിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ, 3 കൊണ്ട് ഹരിച്ചാൽ ആരൊക്കെ റിമൈൻഡർ ആയിട്ട് വരാം? 0 വരാം, 1 വരാം, 2 വരാം. കറക്റ്റ് ആണല്ലോ? എഴുതിയാട്ടെ. ഇതൊന്നും എഴുതണ്ട. ഇത് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞു തന്നാണ്. ഞാൻ ഇപ്പൊ പറഞ്ഞ കാര്യം മാത്രം നിങ്ങൾ കൊണ്ട് എഴുതിയാൽ മതി. ഇതുവാ എനി നമ്പർ ഡിവൈഡഡ് ബൈ 3 leaves remainder 0, 1 or 2. ആദ്യത്തെ നമ്പറായ 3നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ റിമൈൻഡർ ശിഷ്ടം എന്തോ വന്നു? 0. ഈ 6നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ റിമൈൻഡർ ശിഷ്ടം എന്തോ വന്നു? ആ നമ്പറുകൾക്ക് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ആ 3 6 ഇച്ചിരി കഴിയുമ്പോൾ ഒരു 9 വരും, പിന്നെ ഒരു 12 വരും, പിന്നെ ഒരു 15 വരും. അവരൊക്കെ 3ന്റെ മൾട്ടിപ്പിൾസ് ആണ്. മൾട്ടിപ്ലിക്കേഷൻ അല്ല, അവരൊക്കെ 3ന്റെ ആരാണ്? ഇതാണ് താഴത്ത് എഴുതിയിരിക്കുന്നുണ്ട്. അത് വായിച്ചാട്ടെ. ഇഫ് ദ റിമൈൻഡർ ഈസ് 0, then the number is a multiple of 3.
ഇങ്ങനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ 0 ആണെങ്കിൽ ആ നമ്പർ ആരുടെ മൾട്ടിപ്പിൾ ആണ്? 3ന്റെ മൾട്ടിപ്പിൾ ആണ്. അടുത്ത വാക്യം വായിച്ചട്ടെ. സോ നോൺ മൾട്ടിപ്പിൾസ് ഓഫ് 3 ലീവ്സ് റിമൈൻഡർ 1 or 2 ഓൺ ഡിവിഷൻ ബൈ 3. അർത്ഥം 3ന്റെ ഒരു മൾട്ടിപ്പിളിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 0 വരും. 3ന്റെ മൾട്ടിപ്പിൾ അല്ലാത്ത നമ്പറിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താലോ റിമൈൻഡർ 1 or 2 വരും. എഴുതിയാട്ടത് അങ്ങോട്ട്. ആ ആ കേട്ടോ. വാട്ട് ഇഫ് വി ഡിവൈഡ് ദ സ്ക്വയേഴ്സ് ഓഫ് സച്ച് നമ്പേഴ്സ് ബൈ the squares of such numbers by 3. എന്നിട്ട് ഇങ്ങോട്ട് നോക്കിക്കോ. എഴുതിയോ? എന്താണ് എഴുതി വെച്ചേക്കുന്നതിന്റെ അർത്ഥം? ഇത്തരത്തിലുള്ള നമ്പറുകളുടെ സ്ക്വയറുകളെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന റിമൈൻഡർ എന്താണ്? എത്തരത്തിലുള്ള നമ്പർ? എത്തരത്തിലുള്ള നമ്പറുകള്? 3ന്റെ മൾട്ടിപ്പിൾ അല്ലാത്ത ഒരു നമ്പർ എടുക്കുന്നു, അതിന്റെ സ്ക്വയർ എടുക്കുന്നു, ആ സ്ക്വയറിനെ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ കിട്ടുന്ന റിമൈൻഡർ ശ്രദ്ധിക്കാം. നമ്പർ വേണം, ആ നമ്പറിന്റെ സ്ക്വയർ വേണം, സ്ക്വയർ വേണം. റിമൈൻഡർ ഓൺ ഡിവിഷൻ ബൈ 3. റിമൈൻഡർ ഓൺ ഡിവിഷൻ ബൈ 3. ശ്രദ്ധിച്ചിരിക്കാം. നമ്മൾ ഇപ്പോൾ ചെയ്ത എക്സാമ്പിളുകളിൽ 3 മുതൽ നമ്മൾ തുടങ്ങിയത് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. കാരണം 3 മുതലാകുമ്പോൾ നിങ്ങൾക്ക് ഡിവിഷൻ കുറച്ച് എളുപ്പമല്ലോ. 3ന്റെ മൾട്ടിപ്പിൾ അല്ലേ? അയാൾ എടുക്കണോ? കേട്ടോ. അടുത്ത നമ്പർ 4. 4 3ന്റെ മൾട്ടിപ്പിൾ ആണോ? 4 3ന്റെ മൾട്ടിപ്പിൾ ആണോ? അല്ല. ആ 4ന്റെ സ്ക്വയർ എടുക്കും. 16. ഈ 16നെ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യണം? 3 കൊണ്ട്. പറഞ്ഞാട്ടെ. 3 5 15. റിമൈൻഡർ സിസ്റ്റം. ശ്രദ്ധിക്കണം. 4നെ 3 കൊണ്ട് ഹരിച്ചാൽ റിമൈൻഡർ എത്രയായിരുന്നു? 4നെ 3 കൊണ്ട് ഹരിച്ചാൽ റിമൈൻഡർ എത്രയായിരുന്നു? 4ന്റെ സ്ക്വയർ ആയ 16നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ റിമൈൻഡർ സിസ്റ്റം എത്ര വന്നേ? 1. ഉറപ്പിക്കുന്നുണ്ടല്ലോ. അടുത്ത നമ്പർ എത്രയായിരുന്നു? 5. 5ന്റെ സ്ക്വയർ 25. 25നെ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു? 3 കൊണ്ട്. 7 നമ്പർ 25. 3 8s are 24. റിമൈൻഡർ സിസ്റ്റം. അടുത്ത നമ്പർ 6 എടുക്കോ നമ്മള്? അടുത്ത നമ്പർ 6 എടുക്കുവോ? ഇല്ല. കാരണം അത് 3ന്റെ മൾട്ടിപ്പിളാണ്. അടുത്ത നമ്പർ പറഞ്ഞു 7. 7ന്റെ സ്ക്വയർ 49. 49നെ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു? 3 കൊണ്ട്. 1 3 3 ശിഷ്ടം 1 19. 6 18 ശിഷ്ടം 1. വേണമെങ്കിൽ 2 പേരെ എഴുതി നമുക്ക് നിർത്താം. 8. 8ന്റെ സ്ക്വയർ 64. 64നെ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു? 3 കൊണ്ട്. 1 3 3 അല്ല 2 3 6 ആണോ? 0 4 3 1 3 ശിഷ്ടം. ഇതിന് പ്രത്യേകത ഉണ്ട്. ഒരു പ്രത്യേകത
3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ സിസ്റ്റം 1 2 വരുന്ന ഏത് നമ്പറിനെയും അതിന്റെ സ്ക്വയർ എടുത്തിട്ട് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ സിസ്റ്റം എത്ര വരുന്നത്? 1 വരുന്നത്. ആദ്യം ടേബിൾ അങ്ങോട്ട് എഴുതിയാട്ടെ. ആദ്യം ഈ ടേബിൾ അങ്ങോട്ട് എഴുതുക.